ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച ആണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനാ ഫലവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പോസിറ്റീവാണ്. നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും രോഗി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഇപ്പോൾ വർഷ നമുക്കിപ്പം ചേരുകയാണ്. വർഷ, ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലവും വന്നിരിക്കുകയാണ്. അത് പോസിറ്റീവാണ്. ഈ രോഗിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണല്ലേ? അതേ, കോഴിക്കോട് ഫറോക്ക് കോളേജ് സ്വദേശിയായിട്ടുള്ള 43-കാരന് നിപ്പ തന്നെയാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരികയാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലമാണ് ഇപ്പോൾ അല്പം മുമ്പ് വന്നത്. അതിലും പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പോസിറ്റീവായിരുന്നു. ശേഷമാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വീണ്ടും കോഴിക്കോട് നിപ്പ സ്ഥിരീകരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നുള്ള വിവരമാണ് ആരോഗ്യമന്ത്രി നൽകുന്നത്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രോഗം ബാധിച്ച 43-കാരനായ ഫറോക്ക് കോളേജ് സ്വദേശി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ നിലയിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മേഖലകളിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐസൊലേഷൻ വാർഡിന് സമീപത്തേക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർക്കിംഗ് മേഖലയിലും പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസ്ചാർജ് ആയി പോകുന്ന രോഗികളോട് ഗേറ്റിന് മുൻവശത്ത് കൂടി പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകെ കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത് ഈ ചികിത്സയിലുള്ള രോഗബാധിതനായ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയാണ്. സമ്പർക്ക പട്ടിക, ഉറവിടം, എത്ര പേരുടെ സാമ്പിളുകൾ ഇതിനോടകം പരിശോധനയ്ക്ക് അയച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുമെന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ചികിത്സയിൽ നിപ്പ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കൂടി വരണമായിരുന്നു. എന്തായാലും അത് വന്ന ശേഷം പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വർഷം ഉണ്ടായിരിക്കുകയാണ്. വർഷം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇതിന്റെ ഉറവിടം കണ്ടെത്തുക, ഇതിലേക്ക് ഇനിയിപ്പോൾ പൂർണ്ണ സജ്ജമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ആശുപത്രികളുടെ ക്രമീകരണങ്ങൾ, ഇനി ആശുപത്രികളിൽ ഈ നിപ്പ വാർഡുകൾ സജ്ജീകരിക്കണം, ആശുപത്രികളിലേക്ക് കേന്ദ്രീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെല്ലാം സജ്ജമാണോ അവിടെ? അതെ, തീർച്ചയായും. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രധാനമായും ഈ ഒരു വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ, പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ എല്ലാം പ്രത്യേക ഐസൊലേഷൻ വാർഡിലേക്ക് ഉൾപ്പെടെ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. കാരണം നിലവിൽ അവരെല്ലാവരും വീട്ടിൽ തന്നെ ക്വാറന്റൈനിലാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇനി ഇവരെ എല്ലാം മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത്. കാരണം ഔദ്യോഗികമായി തന്നെ നിപ്പ ആണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് പൂർണ്ണ സജ്ജമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനോടകം തന്നെ പ്രത്യേക വാർഡ് തുറന്നിട്ടുണ്ട്. ആ വാർഡിനോട് സമീപത്തൊന്നും ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പൂർണ്ണ സജ്ജമാണ്, ആരോഗ്യവകുപ്പ് പൂർണ്ണ സജ്ജമാണ് എന്നുള്ള വിവരമാണ് ഇതിനോടകം ലഭിക്കുന്നത്. ഇനി പ്രധാനമായും ഈ മുമ്പ് സൂചിപ്പിച്ച പോലെ പ്രാഥമിക പട്ടികയും റൂട്ട് മാപ്പും തയ്യാറാക്കേണ്ടതുണ്ട്. അതാണ് ഇനി മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വ്യക്തി എവിടെ പോയി, ആരെല്ലാം കണ്ടു, ആരൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ഈ പനി വന്ന സമയത്ത് ഒരുപാട് ഈ ആരോഗ്യ ഹോസ്പിറ്റലുകളിൽ പോയിരുന്നുള്ള വിവരം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ക്വാറന്റൈനിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഇനി ഔദ്യോഗിക സ്ഥിരീകരണം കൂടെ വന്നതോടെ ആരോഗ്യവകുപ്പ് കൂടുതൽ സജ്ജമായിട്ടുണ്ട്, കൂടുതൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സമ്പർക്ക പട്ടിക കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ സജ്ജമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് കൈമാറാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഈ 43-കാരന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.